നിഖില, ഇപ്പോൾ ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് നിഫ്റ്റി 50 ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട നിലയിലാണ് ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു കൂടുതൽ അപ്ഡേറ്റ്സുകൾ? വിഷ്ണു, നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഏകദേശം ഒരു 0.25%മുള്ളൊരു ഇടിവാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. 25,152 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിലേക്ക് കടക്കുമ്പോൾ നിലവിൽ 37 ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ 13 ഓഹരികൾക്ക് മാത്രമാണ് നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. 55,282 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്ക് ട്രേഡിംഗ് നടത്തുന്നു. 2 ബാങ്കിംഗ് ഓഹരികൾക്ക് മാത്രമാണ് നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുമ്പോൾ 10 ബാങ്കിംഗ് ഓഹരികളിൽ ഒരു ഇടിവുണ്ടാകുന്ന കാഴ്ചയാണ് നിലവിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി 50യിലേക്ക് തന്നെ വരികയാണെങ്കിൽ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ ഓട്ടോ കമ്പനികളാണ്. മാരുതി സുസുക്കി പരിശോധിക്കുമ്പോൾ നിലവിൽ 2.25% നേട്ടത്തിലെത്തുന്നു. ഈഷോ മോട്ടോഴ്സ് 1.5% നേട്ടവും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ 0.5% മുകളിലുമുള്ള നേട്ടം രേഖപ്പെടുത്തുമ്പോൾ മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 1.25% മുകളിലേക്കുള്ള നേട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ബജാജ് ഫിനാൻസ് പരിശോധിക്കുകയാണെങ്കിലും നിലവിൽ 1.25% നേട്ടത്തിലെത്താൻ വേണ്ടിയിട്ട് ബജാജ് ഫിനാൻസിൻ്റെ ഓഹരിക്കും സാധിക്കുന്നുണ്ട്. കൂടാതെ ഇടിവ് പരിശോധിക്കുകയാണെങ്കിൽ അൾട്രാടെക് സിമെൻറ്റിൻ്റെ ഓഹരികൾ 2% ഇടിയുന്നു. ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ചിടത്തോളം 1.25% മുകളിലുള്ളൊരു ഇടിവും ടൈറ്റനെ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.25% മുകളിലുള്ളൊരു ഇടിവ് ടൈറ്റൻ ഓഹരികളിലും ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇടിവോടുകൂടി 55,266 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ട്രേഡിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓഹരികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒരു മികച്ച റൺ തന്നെ കാഴ്ചവെക്കുന്നു. 2% മുകളിലേക്കുള്ള നേട്ടത്തിലേക്ക് AU സ്മോൾ ഫിനാൻസ് ബാങ്ക് കടന്നിരിക്കുന്നു. കൂടാതെ ആക്സിസ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് ഓഹരികളൊക്കെ തന്നെ 0.5% മുകളിലുമുള്ള നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ഇന്നിപ്പോൾ കാനറ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1% മുകളിലുള്ള ഒരു ഇടിവുണ്ടാകുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് 0.5%ഉള്ളൊരു ഇടിവ് പഞ്ചാബ് നാഷണൽ ബാങ്കും കൊട്ടക് മഹീന്ദ്ര ബാങ്കും രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. സെക്ടർ വൈസ് ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് സൂചികൾക്ക് മാത്രമാണ് പ്രധാനപ്പെട്ട സൂചികളിൽ നിന്ന് ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. അതിൽ തന്നെ നിഫ്റ്റി ഓട്ടോ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1% മുകളിലേക്കുള്ള ഒരു നേട്ടം നിഫ്റ്റി ഓട്ടോയെ സൂചികയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. നിലവിൽ 270 പോയിന്റുകളോളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 27,421 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഓട്ടോയിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ പറയാനുള്ള മറ്റൊരു കാര്യം, ഇന്നത്തെ ഒരു ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും നിഫ്റ്റി ഓട്ടോ സൂചികയ്ക്ക് സാധിച്ചിരുന്നു എന്നൊരു വാർത്ത കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിലവിൽ ഓഹരികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ മാരുതി സുസുക്കി 2% മുകളിലുള്ള നേട്ടം രേഖപ്പെടുന്നു. കൂടാതെ അശോക് ലെയ്ലൻഡിൻ്റെ ഒക്കെ ഓഹരിയിലേക്ക് കടക്കുകയാണെങ്കിൽ 2% മുകളിലുള്ളൊരു നേട്ടം. സംവേദന മദേഴ്സൺ ഇന്റർനാഷണൽ 1.25% നേട്ടം. MRF, എക്സൈഡ് ഇൻഡസ്ട്രീസ് എന്നീ പറയുന്ന ഓഹരികളൊക്കെ തന്നെ 0.5% മുകളിൽ 3/4% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടവും ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഇന്നിപ്പോൾ ഓട്ടോ കമ്പനിയായിട്ടുള്ള ഹ്യുണ്ടായി മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നൊമൂറയുടെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി ലഭ്യമായിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈ റേറ്റിംഗ് നിലവിൽ ഇപ്പോൾ നൊമൂറ നൽകിയിരിക്കുന്നു. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 2,846 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 2,766 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഹ്യുണ്ടായി മോട്ടോഴ്സിൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഒരു മൾട്ടിപ്പിൾ പുതിയ വാഹനങ്ങളുടെ ലോഞ്ചസ് വരാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ 2025-30 കാലണ്ടർ ഇയർ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസ് വോളിയം ഒക്കെ തന്നെ ഏകദേശം ഒരു 9% ഒരു വളർച്ച കൈവരിക്കാനുള്ള ഒരു സാധ്യതയും നിലവിലിപ്പോൾ നൊമൂറ കാണുന്നുണ്ട്. ഇതോടുകൂടി തന്നെ കമ്പനിക്ക് നിലവിലുള്ള കപ്പാസിറ്റിയിൽ ഒരു അഡീഷൻ നടത്തേണ്ടതായിട്ടും വരും എന്നുള്ള ഒരു വാർത്ത കൂടി നൊമൂറ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നു. ഇൻ ജനറൽ പരിശോധിക്കുകയാണെങ്കിൽ ഹ്യുണ്ടായെ സംബന്ധിച്ചിടത്തോളം ഒരു നവരാത്രി ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിലും ഇന്നലത്തെ ഫസ്റ്റ് ഡേയിൽ പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ബ്രോക്കറേജ് റിപ്പോർട്ടും വളരെ പോസിറ്റീവായി ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഓഹരി പരിശോധിക്കുമ്പോൾ ഇന്ന് ഏകദേശം ഒരു 1.5% മുകളിലുള്ളൊരു നേട്ടമാണ് ഈ ഒരു നിമിഷം ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ നിലവിലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇടിവ് നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. 7,363 എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് നിഫ്റ്റി PSU ബാങ്കിങ്ങിൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൂചിക പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഒരു നേട്ടം രേഖപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ ഓഹരികളാണ്. മറ്റുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഓഹരികളായ
ബാങ്കുകളായിട്ടുള്ള ഇന്ത്യൻ ബാങ്കിൻ്റെ ഒക്കെ ഓഹരി 0.5% മുകളിലേക്കുള്ളൊരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. യൂക്കോ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും 0.5% മുകളിലുള്ള ഇടിവുണ്ടാകുന്നു. യൂണിയൻ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 0.25% മുകളിലുള്ളൊരു ഇടിവും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ ഒരു ദിനത്തിൽ ഒരു സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പിൻ്റെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. മിഡ് ക്യാപ്പ് 50, മിഡ് ക്യാപ്പ് 100 എന്നീ സൂചികളൊക്കെ തന്നെ 0.5%-0.5% മുകളിലുമുള്ള ഒരു ഇടിവ് നിലവിൽ മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിൽ നിന്ന് രേഖപ്പെടുന്നു. സ്മോൾ ക്യാപ്പ് പരിശോധിക്കുകയാണെങ്കിലും സ്മോൾ ക്യാപ്പ് 50, 100, 250 എന്നിവയൊക്കെ തന്നെ 0.5% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അവസാനമായിട്ട് വിപണിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി 50 ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഇടിവ് രേഖപ്പെടുന്നു. നിഫ്റ്റി ബാങ്ക് നിലവിൽ ഫ്ലാറ്റ് പോസിറ്റീവായിട്ട് മാറിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് വിഷ്ണു ഒരു മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്.